السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, ഞാൻ ഏതാനും സമയം നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ലിബറലിസം സർവനാശം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അടിസ്ഥാനപരമായി മനുഷ്യൻ സ്വതന്ത്രനാണ് എന്നും ആ സ്വാതന്ത്ര്യം വേണ്ടുവോളം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഉള്ളതാണ് ഈ ജീവിതമെന്നും ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നിടത്ത് രാഷ്ട്രമോ രാഷ്ട്രത്തിന്റെ സംവിധാനമോ മതമോ മതത്തിന്റെ സംവിധാനങ്ങളോ നിയമ സംഹിതകളോ ഒന്നും തന്നെ ഒരു വിലങ്ങുതടിയായി ഉണ്ടാകുവാൻ പാടില്ല എന്ന തരത്തിലുള്ള ചിന്താഗതിയിൽ നിന്നാണ് ലിബറലിസം എന്ന ആശയം രൂപം കൊള്ളുന്നതും ഉത്ഭവിക്കുന്നതും. മറ്റു ബന്ധുക്കളിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് മനുഷ്യനെ റബ്ബ് പറിച്ചിട്ടുള്ളത്. അവന് ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി നൽകി. ഇത്രയും ക്രിയാത്മകമായി നമ്മുടെ ശരീരത്തെ പഠിച്ച റബ്ബിനല്ലേ സുഹൃത്തുക്കളെ നന്മയെയും തിന്മയെയും കുറിച്ച് കൃത്യമായി അറിയിച്ചു തരാൻ സാധിക്കുക. എന്നാൽ ഇന്ന് ആ റബ്ബ് കൊടുത്ത ബുദ്ധി കൊണ്ട് തെറ്റായ ചിന്തകൾ നടത്തി ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്നും ആ സൃഷ്ടാവ് കൽപ്പിച്ച നിയമങ്ങൾ പാലിക്കാനാവില്ല എന്നും വാദിക്കുന്ന ലിബറലിസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പുരോഗമനവാദം, സ്വതന്ത്രവാദം, കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്നെല്ലാമുള്ള പേരിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ആശയങ്ങൾ മനുഷ്യനെ കൂടുതൽ പുരോഗമന ചിന്തക്കാരനാക്കുന്നു എന്നാണ് ചിലർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ലിബറൽ ചിന്തയുള്ള ഒരാളായാൽ മനുഷ്യനെ കൂടുതൽ മനുഷ്യത്വത്തിലേക്ക് നയിക്കും. മതങ്ങൾ പലപ്പോഴും അതിൽ നിന്നും പിൻവലിക്കും എന്നാണ് അവരുടെ വാദം. സുഹൃത്തുക്കളെ, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ കൊച്ചു കേരളത്തിലെ സ്കൂളുകൾക്ക് മുന്നിലും ക്യാമ്പസുകൾക്ക് മുന്നിലും പ്രത്യക്ഷമായ ബാനറുകളിലെ ചില വരികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കപട സദാചാര കരങ്ങൾക്ക് കൈവിലിങ്ങിടാം, വേലികൾ തടഞ്ഞൊരു വലയം തീർത്തിടാം എന്നിങ്ങനെയെല്ലാമാണ്. കേട്ടാൽ അറച്ചു പോകുന്ന അസഭ്യമായ പദങ്ങൾ കൊണ്ട് ക്യാമ്പസുകൾ നിറച്ചിരിക്കുകയാണ്. നിയമവും അതിർത്തിയും ഇല്ലാത്ത ലോകമാണ് ഉണ്ടാവേണ്ടത് എന്നാണ് ലിബറലിസ്റ്റുകൾ വാദിക്കുന്നത്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, എത്ര ലജ്ജയില്ലാത്ത സമൂഹമായാണ് അവർ നശിച്ചിരിക്കുന്നത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നൽ ഹയാ വൽ ഈമാന കരിന ജമീഅ ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅൽ ആഖർ. തീർച്ചയായും ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ്. അവയിൽ ഏതെങ്കിലും ഒന്ന് ഉയർന്നാൽ മറ്റേതും ഉയരും. യുക്തിവാദികളും ലിബറലിസ്റ്റുകളും ഒരേ ആശയമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും അവർ നമ്മെ സമീപിക്കുന്ന രീതി വ്യത്യാസമാണ്. യുക്തിവാദികൾ നേരിട്ട് ദൈവത്തെ നിഷേധിക്കും, എന്നാൽ ലിബറലുകൾ അതിന് ചില കുറുക്കു വഴികൾ തേടും. ഉദാഹരണം, മുസ്ലിം പെൺകുട്ടികളോട് നിങ്ങൾ തട്ടം അഴിക്കണമെന്ന് പറയില്ല, പകരം നിങ്ങളെ ഒരു കറുത്ത ചാക്കിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്, അതിൽ നിന്നും പുറത്തു വരൂ, അതാണ് സ്വാതന്ത്ര്യം എന്നിങ്ങനെയാണ് സുഹൃത്തുക്കളെ അവർ നമ്മളെ സമീപിക്കുന്നത്. കുടുംബ സംവിധാനത്തെ, നാട്ടിലെ സമാധാന സാമൂഹിക വ്യവസ്ഥയെ തച്ചുടയ്ക്കുന്ന ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ക്ലാസ് മുറികളിൽ പോലും വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം അഴിച്ചു മാറ്റാൻ അവരുടെ പ്രസ്ഥാനം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടത്രേ. ഇത്തരം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നാം അറിയാതെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചു കയറ്റുകയാണ്. പുറത്ത് വേറെ മുഖവും അകത്ത് ഇത്തരം ആശയങ്ങളും പേറി നടക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരക്കാരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ സൃഷ്ടാവ് കൽപ്പിച്ച നിയമങ്ങൾ പാലിക്കാനാവില്ല എന്ന് വാദിക്കുന്ന ലിബറലിസ്റ്റുകളോട് എനിക്ക് പറയാനുള്ളത്, അവരവരുടെ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ അറിയണം, നിങ്ങൾ എത്ര കണ്ട് ശ്രമിച്ചാലും അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അല്ലാഹു തആല അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സത്യനിഷേധികൾക്ക് അത് അനിഷ്ടകരമാണെങ്കിലും ശരിയെന്ന് ഈ വചനം ഓരോ സന്ദർഭത്തിലും ഓർത്തോർത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സത്യസന്ദേശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആരുടെ മുമ്പിലും ചൂളിപ്പോകാത്ത ഒരു മഹത്തായ ആദർശമാണ് എൻ്റെ പക്കലുള്ളത് എന്ന ആത്മാഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും കഴിയേണ്ടതുണ്ട്. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു തആല നമുക്കത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.